ബുദ്ധൻ്റെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നൂറുകണക്കിന് ഭിക്ഷയാചിച്ച് നടക്കുന്ന ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഇത് ചിക്കൻ സൂപ്പ് അല്ലായിരുന്നേ, ഇത് വെജിറ്റബിൾ സൂപ്പായിരുന്നു. ഒരാളിരുന്നാല് നിലത്തിരിക്കുന്ന പോലെയാണ്. ഞങ്ങളിവിടെ വെച്ചേ ഒരു ജേർണലിസ്റ്റിനെ കണ്ടിട്ടാ, അപ്പോൾ പരിചയപ്പെട്ടേ അടിച്ചുനേ. ഞങ്ങളപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. അവർ സൈക്കിളെല്ലാം ഇവിടെ വെച്ച് കൂട്ടി നല്ല സേഫായിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി. ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ശ്രീലങ്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴി നീളെ ഇങ്ങനെ കാഴ്ച കാണാം കേട്ടോ. നമ്മൾ ചവിട്ടി തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പിള്ളേർ വരും. അവൻ ലോഡും വെച്ചാൽ ചവിടണം. അവന് ഗിയർ ചേഞ്ച് ചെയ്യാനെന്ന് അറിഞ്ഞൂടാ, പഠിപ്പിച്ചു കൊടുത്ത് നോക്കാം. ഇവിടെ പെട്രോൾ അടിക്കാനായിട്ടേ വണ്ടി ക്യൂ കിടക്കണ നോക്കിക്കേ. ടുക്ക് ടുക്ക് നോക്കിക്കേ, മൊത്തം ക്യൂ ആണേ. ഇതൊന്നും അല്ല, അങ്ങോട്ട് കുറേ ഉണ്ടായി നോക്കിയേ, അവിടത്തോളം ഉണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് ഒരു വാനിൻ്റെ ഷോറൂം കണ്ടോ? ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വാൻ ഇതാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് പറ്റിയ സൈസാണ്. എൻ്റെ കയ്യിൽ ഈക്കോയാണുള്ളത്. അതിനേലും കുറച്ചുകൂടി വലുത് കിട്ടിയെങ്കിലാന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ കണ്ട് ഇതെല്ലാം വിൽക്കാനായിട്ടിരിക്കണേ. പക്ഷേ വില എത്രയാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ആരുമില്ല. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടിട്ട് ഇന്ന് അവധിയാണ്. NK ഓട്ടോമാർട്ട് എന്നാണ് ഈ സെക്കൻഡ് ഷോറൂമിൻ്റെ പേര്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. මණ්ඩාරාම මහසෑයි ඉදිරි වැඩ කටයුතු සම්පූර්ණ කර ගැනීමේ පරම උදාර අරමුණ පෙරදැඩිවයි. පින්වත් ඔබ දන්සැල් සඳහා ලබා දෙන മധുരമില്ലാത്ത ബിസ്ക്കറ്റ്. അടുത്ത ഫ്രീ സ്റ്റോളാണ് കേട്ടോ, ചായയും ബിസ്ക്കറ്റും. നമുക്ക് ഫ്ലാസ്കിൽ ചായ നിറച്ച് തന്നിട്ടാ. ഇവിടെ ബുദ്ധിസ്റ്റുകൾ കട്ടൻ ചായയാണ് കൊടുക്കുന്നത്. എല്ലാവരും നല്ല സ്നേഹത്തോടെ അവിടെ നിറച്ച് തന്ന പോലെ തന്നെ ഇവർ ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുക. നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാം കട്ടൻ. താങ്ക് യു. വരുന്ന വഴിക്ക് കെഗാലെ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തി. ആ ജംഗ്ഷൻ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടാ. സെൻറ്ററിൽ ഒരു പടുകൂറ്റൻ കാള. അതിൻ്റെ അടുത്ത് ചെന്ന് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്, നോക്കട്ടെ കേട്ടോ. ഇത് നോക്കിയവൻ്റെ വലിപ്പം, ഒരു ആനയുടെ വലിപ്പമുണ്ട്. അടുത്ത ബുദ്ധിസ്റ്റുകളുടെ നിന്ന് കിട്ടിയത് കടല പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും. ഇതെങ്ങനെയുണ്ട് ലെനി ചേട്ടാ? അല്ലേ ശ്യാമേ? ഇതാണ് ശരിക്കും നല്ല പ്രോട്ടീനാണ്. ലേഡീസിന് നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്. വഴിനീളം ഇത് തന്നെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബലോറയിലേ ഇങ്ങനെ സീറ്റെല്ലാം വെച്ച് കെട്ടി. നമ്മുടെ നാട്ടിൽ മലയാറ്റൂരും ഇങ്ങനെയൊക്കെ പോകില്ലേ, അതേപോലെ ഇവർ പറഞ്ഞത് സോഫ സെറ്റെല്ലാം വെച്ച് കിട്ടും ബലോറയിൽ. എന്നിട്ട് മുകളിൽ പടുത വെച്ച് കിട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇവരുടെ ആശ്രമങ്ങളിലും ഇന്നത്തെ അവരുടെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് വരുന്നത്. പോരുന്ന വഴിക്കൊരു കാഴ്ച കണ്ട. ഭവാനല്ല ഭിക്ഷുക്കളാണ്. ഇത് ബുദ്ധൻ്റെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നൂറുകണക്കിന് ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു ബുദ്ധൻ്റെ അനുയായികളെ ഒരു സൂചകമായിട്ടാണ് ഇങ്ങനെ ബുദ്ധൻ്റെ പ്രതിമകൾ ഇങ്ങനെ അവരുടെ ആശ്രമത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുകൊണ്ട് പോണത് കേട്ടോ. അയ്യോമേ, ഓ നൈസ്. അപ്പോൾ അത് കറക്റ്റ് ഗ്യാപ്പിൽ കൂടി പോരേണ്ടി വന്നു. എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ചോദിച്ചിട്ടൊക്കെ വരാം. പോകാമോ ഇല്ലേന്ന് അറിഞ്ഞൂടെ. ഇനി കുറേ ഉണ്ട് അങ്ങോട്ട്, അറ്റം വരെ ഉണ്ട് കേട്ടോ. ഹലോ, അവർ വിളിക്കുന്നുണ്ട് നമ്മളെ. ഭക്ഷണം കഴിക്കാനായിരിക്കുള്ളൂ. എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ ബുദ്ധിസ്റ്റുകളുടെ ആശ്രമത്തിലെ ഒരു സ്റ്റാളാണ് കേട്ടോ ഇത് വിളക്ക് കത്തിക്കാനായിട്ടും നേർച്ചക്കുമായിട്ടുള്ള സാധനങ്ങൾ മുഴുവനും ഇവിടെ കിട്ടും. പിന്നെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ പാട്ട് വെക്കണതേ പഴയ ഒരു രീതിയിലുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സാധനമാണ്. ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഈ സ്വാമി ഇവിടെ നിൽക്കണേ. പേര് ഇന്ത്യൻ പേര് നെയിം വിമല റസൻ.
അദ്ദേഹത്തിൻ്റെ പേര് വിമൽ റസൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൂപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ചിക്കൻ സൂപ്പാണ് കേട്ടോ. ഇവർ ചിക്കനും എല്ലാം കഴിക്കും ഉണ്ടല്ലേ. ചിക്കൻ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണെന്നാണ് തോന്നുന്നു. എന്തായാലും കുടിച്ചു നോക്കാം. കൊള്ളാട്ടോ. എന്തായാലും ഈ റൈഡിനിടയ്ക്ക് ചിക്കൻ സൂപ്പ് കിട്ടിയത് ഭാഗ്യമായി. ഇതിൻ്റെ പരിസരം ഈ കാണുന്നതാണ്. നല്ല ചൂടുണ്ട് ഇവിടെ. കുട്ടികളും എല്ലാവരും വന്ന് വിശ്രമിച്ച് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങളോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഷൂസെല്ലാം ഉരുണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങൾ അകത്തേക്ക് പോയില്ല. ലെനിൻ ചേട്ടനും ഇവിടെ നിന്ന് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കണേ. ലെനിൻ ചേട്ടാ, സൂപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി. ശ്യാമ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേട്ടാ. ശ്യാമ ഇങ്ങനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണ ഒരാളാണ് എല്ലാത്തിനെ പറ്റി. ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഇത് ചിക്കൻ സൂപ്പ് അല്ലായിരുന്നേ, ഇത് വെജിറ്റബിൾ സൂപ്പായിരുന്നു. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടൊരു വെജിറ്റേറിയൻ സൂപ്പായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇവർ പറഞ്ഞു കേട്ടപ്പോഴേ ചിക്കൻ സൂപ്പാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങളിങ്ങനെ ആശ്രമത്തിൽ നിന്നപ്പോഴേ ഒരാളെ പരിചയപ്പെട്ട്. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മലയാളികൾ അറിയുമെന്ന് പറയണം. മലയാളം അറിയില്ല, പക്ഷേ ഹിന്ദിയൊക്കെ നല്ലവർ സംസാരിക്കുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം. നാം ക്യാ ഹൈ ആപ്കാ? चांदन. केरला में चांदू. दूसरा नाम नहीं, केरला में तुम्हारा दोस्त है ना सतीश और षणमुगम और दूसरा 3 आदमी है ना? 3 आदमी षणमुगम, सतीश, भूल गया. नहीं ഒന്നെടുത്ത് തരുമോ? ശിവ. അപ്പോൾ ഷൺമുഖം, സതീഷ്, ശിവ 3 പേരും ആരെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റൂട്ടോ. നിങ്ങളുടെ കോൺടാക്റ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അബി കോൺടാക്ട് ചെയ്യാം आपको उसके पास नहीं. അപ്പോൾ ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലെന്നാണ് പറയണം. അപ്പോൾ നിങ്ങൾ കണ്ട് ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഫോൺ നമ്പർ ഇട്ടാൽ മതി. ഞാൻ അദ്ദേഹത്തോട്ട് ബന്ധപ്പെടുത്തി തരാം. അപ്പോൾ സ്വാമിനോട് ചോദിച്ചപ്പോഴേ 81 പ്രതിമകളുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഭിക്ഷുക്കളാണ്. ഇപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേര് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സൈക്കിൾ ഇടണോണ്ടേ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞായിരുന്നല്ല, ആട്ടവും കുലുക്കവും എല്ലാം ഉണ്ടാവും. ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ. ഇവിടെ അവരെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി രാജാവും എല്ലാവരും ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഒരു കൊയറാണേ. കൊയർ ടീമാണ് ഇവിടുത്തെ. ഞങ്ങളിപ്പോഴേ ചായ കുടിക്കാൻ വേണ്ടി വെവാൽഡേനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പോൾ ചായക്കടയിൽ സൈഡിൽ ഒരു കാറുണ്ടായിരുന്നു. ഇത് ബീച്ച് കാറാണ്. 80-90 കാലഘട്ടത്തിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ബീച്ചിൽ. ഇപ്പോൾ ഇവിടുത്തെ പിള്ളേരുടെ ഒരു ഹരമായിരുന്നു എന്നാണ് പറയണത് ഈ കാറ്. ഇപ്പോൾ ഇതില്ല, ഇപ്പോൾ ഇത് റെയർ ആയിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഈ കടയുടെ വാതിക്കൽ ഇങ്ങനെ ഇട്ടേക്കണേട്ടാ. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ നിർത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ചായയും കുടിച്ച് പോകാമെന്ന് കരുതി. കൊള്ളാമല്ലേ? ഇതേ ഇവർ 20 വർഷം മുമ്പ് ഇവിടുത്തെ ചായക്കടയിലെ ഒരു ഇക്കയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. പുള്ളി ഇതാണ്. ഇല്ല ഇദ്ദേഹത്തിനെ 20 വർഷം മുമ്പ് അവർ വാങ്ങിച്ചതാണിത്. അന്ന് 3 ലക്ഷം രൂപക്കാണ്. ഇന്ന് 75 ലക്ഷം രൂപ പറഞ്ഞാലും ഇത് കിട്ടൂലെന്നാണ് പറയണം. അത്ര റയറായിട്ട് വെച്ചിട്ടിരിക്കണതാണ്. 200 HP എഞ്ചിനും 5 ഗിയറുള്ള വണ്ടിയാണ്. ഇതിപ്പോഴും ഇവർ 5 വർഷം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും പക്കയായിട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഓടിക്കാനുള്ള കണ്ടീഷനിലാണെന്ന് പറയണം. ഇതിൻ്റെ എൻജിൻ റൂം ആണ് കേട്ടോ. ഒരു നോക്കിയേ, സാധാരണ ഒരു വലിയ വണ്ടിയുടെ എൻജിൻ തന്നെയാണ് അല്ലേ ശ്യാമേ? കാർബറേറ്റർ എഞ്ചിനാണിത്, പഴയ. ഇതൊക്കെ ഇതിൻ്റെ എൻജിൻ റൂമാണ് ഇത് കാണുന്നത്. റേഡിയേറ്റർ, എയർ ഫിൽറ്റർ, ബ്രേക്കിന് ബൂസ്റ്ററൊക്കെ ഉണ്ട്. ഇതുണ്ട, ഇത് ഫ്ലൂഡാണ്. പക്ഷേ ഇതാണ് സ്റ്റാർട്ടറൊക്കെ ഇപ്പോൾ ഓൾട്ടർനേറ്റർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഡൈനാമോ മാറ്റി ഓൾട്ടർനേറ്റർ ആക്കിയിട്ടുണ്ട്. ഇത് 4 സിലിണ്ടർ 200 HP അല്ലേ? ഇവരാണ് ഇതിൻ്റെ ഓണർ. ഇപ്പം നീങ്കതാ ഓണർ? ഓക്കെ. ഇത് കൊടുക്കില്ല.
ഒരാളിരുന്നാല് നിലത്തിരിക്കുന്ന പോലെയാണ്. ഇത് കണ്ട ഫ്ലോറിൽ, റോഡിൽ നിന്ന് ഫ്ലോറിൽ ഇരിക്കണ പോലെയാണ് എൻ്റെ അവസ്ഥ. അത് കണ്ട ഹൈറ്റ് ഒട്ടുമില്ല. ടയറൊക്കെ വളരെ ഉയർന്നിട്ടാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കി, അതിലേ നോക്കി. ഇപ്പം സമയം 6 മണിയായിട്ടാ. ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കണേണ്. കണ്ടില്ലേ, നീണ്ട നിരയാണ്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും. അടുത്ത സ്ഥലത്ത് നിർത്തിയിട്ടാ. സംഭവം പഴമാണേ. എത്ര വേണേലും എടുത്ത് കഴിക്കാം. ലെനിഞ്ചേട്ടൻ ഒരു പടലെടുത്തു തോന്നുന്നു. ലെനിഞ്ചേട്ടാ എടുത്തോ, ആവശ്യത്തിന് എടുത്തോ. ഇവിടെ അടർത്തി ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്താൽ മതി. ഞാൻ 2 കൂടി എടുത്ത്. ഒരു പഴത്തിന് 50 രൂപ അല്ലേ നമ്മൾ? 1000 രൂപയുടെ പഴം നിന്നെന്ന് പറഞ്ഞ 2 കൂടി. എന്താ പറയാനുള്ള? നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. ചായ ഉണ്ട് കേട്ടോ, ജിഞ്ചർ ടീ ആണെന്ന് തോന്നുന്നു. ചായയാണ് സൂപ്പാണോന്ന് അറിയില്ല. സൂപ്പാണ് കേട്ടോ, വെജിറ്റബിൾ സൂപ്പ്. ഇവിടെ അത് തന്നെ, ചെറുപഴം വെജിറ്റബിൾ സൂപ്പ്. ഞങ്ങളിവിടെ വെച്ചേ ഒരു ജേർണലിസ്റ്റിനെ കണ്ടിട്ടാ. അപ്പോൾ പരിചയപ്പെട്ട് അടിച്ചുനെയും ലക്ഷതേനുവേല. ഇവർ നല്ലപോലെ ഇംഗ്ലീഷെല്ലാം സംസാരിക്കുന്നത്. ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് അധികം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കണ്ടൊന്നുമില്ല. അപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബൈ ബൈ മാഡം, ബൈ ബൈ, ടാറ്റ. ഞങ്ങൾ ഇഗ്ലോഡെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പോൾ പോലീസുകാരുടെ 4 പേര് ഞങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ടുള്ള ആൾക്കാർ വന്ന് ഡിസ്കസ് ചെയ്യണേ. അതായത് പമ്പാണ്, പെട്രോൾ പമ്പാണ്. അപ്പോൾ പമ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഹോട്ടൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുന്നിൽ ഹോട്ടൽ ട്രൈഡൻ தெரியும். நீங்க முன்னாடி போங்க. ആ ഓക്കെ ഓക്കെ. ഇവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റൂമെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ പൗർണമി ഹോളിഡേ ആയതുകൊണ്ടിട്ട് റൂം കിട്ടാൻ പാടായിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നമുക്ക് റൂം റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ലെനിഞ്ചേട്ടൻ്റെ പുറകെ വെയിറ്റിങ്ങിലാണ്. ഇത്തിരി സമയം കിട്ടി അപ്പം ഫോണിൽ കളിയാണ് ചെക്കൻ. ചെക്കാ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവർ നമ്മളെ സഹായിക്കാൻ എന്തായാലും ഒപ്പം ഉണ്ടല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഇവിടെ കൊളംബോയിലോട്ട് പോണ വഴിയാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ റോഡ്. ഇവിടുന്ന് 18 കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി കൊളംബോക്ക്. അതിനിടയിൽ ഞങ്ങൾക്ക് റൂം പോലീസുകാരൻ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ മുമ്പേ ഉണ്ട്. അപ്പോൾ അയാളുടെ പുറകെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ പെട്ട് ഗൈസ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടേ ഇവിടെ ഇങ്ങനെ റൂം കിട്ടണല്ലോ. അലഞ്ഞ് തിരിഞ്ഞ് നടന്നും മടുത്ത് 8 മണിയായി. പോലീസുകാർ മുമ്പേ ഉണ്ട്. അവരും കുറേ അലഞ്ഞ് തിരിഞ്ഞിട്ട് റൂം കിട്ടണല്ല. ഇതാ കാണുന്ന ബൈക്കാണ് പോലീസുകാർ. 4 പേരുണ്ടായി. അതിൽ 2 പേര് പോയി. ഇവരെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. ഇനിയിപ്പോൾ അവരെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞേക്കണം. അവർ എവിടെയെങ്കിലും നോക്കിയിട്ട് തപ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊളംബിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസാണ്. ഞങ്ങൾക്ക് ട്രൈഡൻ്റ് ഹോട്ടലിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഹോളിഡേക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ലോക്കൽ റൂമോ എന്തെങ്കിലും നോക്കണം, അധികം റേറ്റ് വരാത്തത്. അങ്ങനെ ഹോട്ടൽ കിട്ടി. അവരിവിടുത്തെ 7000 രൂപയാണ് പറഞ്ഞത്. ആദ്യമേ 15000 രൂപയുടെ ഒരു ഹോട്ടൽ കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ റൂം കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും 6000 രൂപയുടെ 7000 പറഞ്ഞ് 6000. ഹോട്ടൽ ഇതാണ്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പോലീസുകാരാണ് കേട്ടോ. ഇവർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി 1 2 3 4 5 6 പേരുണ്ട്. ഇവർ വന്നിട്ട് ഹോട്ടലിലെ മാനേജരോട് സംസാരിച്ചിട്ട് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്ക്. ഞങ്ങളപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. അവർ സൈക്കിളെല്ലാം ഇവിടെ വെച്ച് കൂട്ടി നല്ല സേഫായിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി പൊതിച്ചിട്ട് തന്നു. മുകളിലോട്ട് കയറ്റാൻ പറ്റില്ല ഇവിടെ.
സ്റ്റെയർ കേസ് ഇത്തിരി ഇടുങ്ങിയതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റിസപ്ഷൻ. നമ്മളുടെ റൂം മുകളിലാണ്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തണം. അവിടെ ഒരു ദേശീയ മൃഗം ആന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റൂം. വരികൻ തന്നെ ചാർജറിലോട്ട് കയറി. യെസ്, എന്തായാലും ഇത്രയും ദിവസം ഫ്രീ ആയിട്ടും 2000 രൂപക്കും എല്ലാം താമസിച്ചല്ല. ഇന്നിപ്പോൾ 6000 രൂപയുടെ റൂമിൽ തന്നെ താമസിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.